കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. കേരളത്തിലെ 123 വില്ലേജുകളെയും പൂർണ്ണമായും പരിസ്ഥിതിലോല മേഖലകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത നേതൃത്വ സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പരിസ്ഥിതിലോല മേഖല പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനം സംസ്ഥാനത്ത് കർഷകരെയും കൃഷിയെയും ജനജീവിതത്തെയും ബാധിക്കുന്നതാണ്. പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടലിന്റെ മറവിൽ കേന്ദ്ര സർക്കാർ നിഗൂഢമായി പരിസ്ഥിതി മേഖലയുടെ കാര്യത്തിൽ ദ്രുതഗതിയിൽ നിയമനിർമ്മാണത്തിന് മുതിരുന്നത് പ്രതിഷേധാർഹമാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര നീക്കത്തെ നിയമപരമായി നേരിടാനും കർഷകരെ അണിനിരത്തി സഹന സമരത്തിന് നേതൃത്വം നൽകാനും യോഗം തീരുമാനിച്ചു. സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ ശബ്ദമായി കത്തോലിക്ക കോൺഗ്രസ് മാറണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസന്യൂർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ. കത്തോലിക്ക കോൺഗ്രസ് കുടമാളൂർ ഫൊറോനയുടെ 2024-28 വർഷത്തെ പ്രവർത്തന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഫൊറോന പ്രസിഡന്റ് ഷെയ്ൻ ജോസഫ് കാരക്കൽ അധ്യക്ഷത വഹിച്ചു. ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ മാണി പുതിയിടം അനുഗ്രഹ പ്രഭാഷണവും അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറേ വീട്ടിൽ മുഖ്യപ്രഭാഷണവും നടത്തി. കുടമാളൂർ ഫൊറോനയിൽപ്പെട്ട വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ ആദരിച്ചു. ചുരമില്ല ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറേത്തട റോഡ് എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കണമെന്ന് KCY മാനന്തവാടി രൂപതയുടെ നടവയൽ, തരിയോട്, കൽപ്പറ്റ മേഖലകളിലെ ഭാരവാഹികൾക്കായി സംഘടിപ്പിച്ച യൂത്ത് ലിംഗ സംഗമത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തരിയോട് മേഖലാ സെക്രട്ടറി കുമാരി അയന പോത്തുംകൊന്നിൽ പ്രമേയം അവതരിപ്പിച്ചു. മലയോര മേഖലയുടെ വികസന സാധ്യത തെളിയിച്ച് താമരശ്ശേരി ചുരത്തിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുന്ന പൂഴിത്തോട് പടിഞ്ഞാറേത്തട ബദൽ റോഡിനായി ജനങ്ങളുടെ കാത്തിരിപ്പ് 30 വർഷം പിന്നിടുന്നു. എന്നാൽ ഫോറസ്റ്റ് റവന്യൂ വകുപ്പിന്റെ അനാസ്ഥ മൂലം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത റോഡിനായി പൂഴിത്തോട് ബദൽ റോഡ് മാറിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങളും ചരക്ക് വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന മറ്റു വാഹന ഗതാഗത ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിലും എത്രയും വേഗം പൂഴിത്തോട് റോഡിന്റെ പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ച് ചൂരമല പാതയ്ക്ക് വേണ്ടി നടത്തിവരുന്ന സമര പരിപാടികൾക്കും KCY മാനന്തവാടി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യത്ത് സ്ത്രീ സുരക്ഷയ്ക്കെതിരെ നിരന്തരമുണ്ടാകുന്ന ഭീഷണികൾക്കെതിരായി പ്രതികരിച്ചുകൊണ്ട് KCY നിലമ്പൂർ മേഖലയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയത്തിൽ നിന്നും നിലമ്പൂർ ടൗണിലേക്ക് സൈലന്റ് മാർച്ച് നടത്തി. തുടർന്ന് നിലമ്പൂർ വള്ളിക്കെട്ട് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് നടത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. നിലമ്പൂർ ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കടത്തിൽ മാർച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തു. മുഖ്യാതിഥിയായി എത്തിയ വടപ്പുറം സുലൈറ്റ് ആശുപത്രിയിലെ ഡോക്ടറും വടപ്പുറം യൂണിറ്റ് അംഗവുമായ ഏഞ്ചലീന പുളിക്കത്തടം സന്ദേശം നൽകി. മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിലെ മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമം പകർത്തി എഴുതുന്നതിൽ ലോക റെക്കോർഡ് തിരുത്തിക്കുറിച്ചു. തിരുവെഴുത്ത് 2024 എന്ന പേരിൽ മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പ്രോഗ്രാമിൽ 296 മതബോധന വിദ്യാർത്ഥികൾ ചേർന്ന് 94 മിനിറ്റ് കൊണ്ട് പുതിയ നിയമം പൂർണ്ണമായും പകർത്തി എഴുതി. 2007 ജൂലൈ 8 മധ്യപ്രദേശിലെ ഭോപ്പാലിലെ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന 120 മിനിറ്റിന്റെ റെക്കോർഡാണ് ഇവിടെ മാറ്റിക്കുറിച്ചത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബുക്ക് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ അധികൃതരുടെ സാന്നിധ്യത്തിലാണ് ഇത് നടന്നത്. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, മതബോധന പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസി മരിയ, വൈസ് പ്രിൻസിപ്പൽ ശ്രീ ശ്രീജു വർഗീസ്, സെക്രട്ടറി സി ജസ്റ്റിൻ സാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. തലശ്ശേരി അതിരൂപതയുടെ ഏക ബസലിക്ക പള്ളിയായ ചെമ്പേരി ലൂർദ് മാതാ തീർത്ഥാടന പള്ളിയിലേക്ക് വെള്ളരിക്കുണ്ട് ചെറുപുഷ്പ മിഷൻ ലീഗ് ശാഖാംഗങ്ങൾ തീർത്ഥാടനം നടത്തി. ബസലിക്ക റെക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ടം സഹവികാരിമാരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് തീർത്ഥാടകരെ എതിരേറ്റു. തുടർന്ന് വിശുദ്ധ ബലി അർപ്പണത്തിനും ദണ്ഡവിമോചന പ്രാർത്ഥനകൾക്കും വെള്ളരിക്കുണ്ട് ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ ജോൺസൺ അന്ത്യാംകുളം, ജോഷ് ജോ ഒഴികയിൽ, സിസ്റ്റർ മേഴ്സി തുടങ്ങിയവർ നേതൃത്വം നൽകി. പുരാതന മറിയൻ തീർത്ഥാടന കേന്ദ്രമായ നെടിയാശാല സെന്റ് മേരീസ് പള്ളിയിൽ സഹസ്രശോഭ പകർന്ന മഡോണ ക്രിസ്റ്റി ശില്പം പൂർത്തിയാകുന്നു. കുരിശിൽ മരിച്ച ഈശോയുടെ തിരുശരീരത്തിന് ശിരസ് മാത്രം മാതാവിന്റെ മടിയിൽ കിടത്തിയിരിക്കുന്ന ഏറെ വ്യത്യസ്തവും അപൂർണവുമായ ശില്പവുമാണ് ഇവിടെ നിർമ്മിച്ചു വരുന്നത്. കേരളത്തിൽ ഒരിടത്തും നിലവിൽ ഇത്തരത്തിലുള്ള ശില്പം നിർമ്മിച്ചിട്ടില്ല. പള്ളിയുടെ സഹസ്രശാബ്ദ രജത ജൂബിലിയോടനുബന്ധിച്ചാണ് ശില്പം നിർമ്മിക്കുന്നത്. ഇടവക വികാരി ഫാദർ ജോൺ ആനിക്കോട്ടിലാണ് ഈ ശില്പം നിർമ്മിക്കാൻ മുൻകൈയെടുത്തത്. ഇടവകയിലെ 8 നോമ്പ് തിരുനാളിന്റെ സമാപന ദിനമായ സെപ്റ്റംബർ 8 രാവിലെ പൊന്തിഫിക്കൽ കുർബാനയെ തുടർന്ന് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മഡോണ ക്രിസ്റ്റി ശില്പത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും.
പാവപ്പെട്ടവരുടെ സംരക്ഷകയായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാരുണ്യത്തിന് മുഖമായി മാറിയ വിശുദ്ധിയായിരുന്നു മദർ തെരേസയെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ലിബിൻ തുണ്ടുകുളം. കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ മദർ തെരേസയുടെ 114ാമത് ജന്മദിന അനുസ്മരണ സമ്മേളനം ചങ്ങനാശ്ശേരി സെയിന്റ് വിൻസെന്റ് പൂവർ ഹോമിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഫൊറോന പ്രസിഡന്റ് കുഞ്ഞുമോൻ തുമ്പുങ്കൽ അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ സെക്രട്ടറി ടോമിച്ചർ അയർകുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി. മദർ തെരേസയുടെ ജന്മദിനം സംസ്ഥാന സർക്കാർ അനാഥ അഗതി ദിനമായി ആചരിക്കുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം പയ്യാവൂർ വെമ്പുവയിലെ അഗതി സംരക്ഷണ കേന്ദ്രമായ തെരേസ ഭവനിൽ നടന്നു. സാമൂഹ്യനീതി വകുപ്പിന്റെയും ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ദിനാചരണം അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥസ്കായ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയുള്ളതാകണം ജീവിതം, ജീവിതമല്ലെന്നും നല്ല പ്രവൃത്തികൾക്കാണ് വാക്കുകളേക്കാൾ പ്രാധാന്യം നൽകേണ്ടതെന്നും ഗ്രന്ഥസായി കൃഷ്ണ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും ഓർഫനേജ് അസോസിയേഷന്റെയും സഹകരണത്തോടെ മദർ തെരേസ ദിനാചരണം പത്തനംതിട്ട ജില്ലയിൽ സംഘടിപ്പിച്ചു. മല്ലപ്പള്ളി കുന്നത്താനം പ്രൊവിൻസ് ഹോമിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് പി രാജപ്പൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CK ലതാകുമാരി അധ്യക്ഷത വഹിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരുടെ കലാപരിപാടികൾ നടന്നു. SMIM വലവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം ബേദിയിൽ നടത്തി. വലവൂർ സെന്റ് മേരീസ് ഇടവകങ്ങൾക്കായി സംഘടിപ്പിച്ച സംഗമം വിശുദ്ധ കുർബാനയോട് കൂടിയാണ് ആരംഭിച്ചത്. തുടർന്ന് പാരിഷ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വികാരി ഫാദർ കുര്യാക്കോസ് പാത്തിക്കൽ പുത്തൻപുര അധ്യക്ഷത വഹിച്ചു. ഫാദർ ഇമ്മാനുവൽ പെരിയപുരം വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ 80ഓളം വയോജനങ്ങളാണ് പങ്കെടുത്തത്. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രം ഇംഗ്ലീഷ് വിഭാഗം മേധാവി റവർ ഡോക്ടർ അഗസ്റ്റിൻ വലൂരാന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ സ്വീകരണം നൽകി. ജൂബിലിയറിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലി നടന്നു. തുടർന്ന് നടന്ന അനുമോദന യോഗം ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചുക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇൻഫാം കാഞ്ഞിരപ്പള്ളി ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് വിതരണം ചെമ്പനോലി ഗ്രാമസമിതിയിൽ നടത്തി. ചെമ്പനോലി ഗ്രാമസമിതിയിലെ മുതിർന്ന അംഗങ്ങളായ അബ്രഹാം കുറ്റുവയലിൽ, അന്നമ്മ ഇടപ്പളക്കാട്ട്, അന്നമ്മ ഒഴിവാക്കോട്ടയിൽ, മറിയാമ്മ മുകളിൽ എന്നിവരെ റാന്നി താലൂക്ക് സമിതി ഡയറക്ടർ ഫാദർ ജിൻസ് കിഴക്കലിന്റെ നേതൃത്വത്തിൽ പുരസ്കാരം നൽകി ആദരിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ ദ ബോർഡ് ഓഫ് ദി സെൻട്രൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൽദീൻ ചാരിറ്റി കമ്മിറ്റിയുടെ കീഴിൽ സഭയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി കരുതൽ കൂട്ടായ്മ രൂപീകരിച്ചു. കരുതൽ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മർത്തമറി വലിയ പള്ളിയിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജസ് സർദാർ രവീന്ദ്രൻ നിർവഹിച്ചു. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യസുരക്ഷയോടൊപ്പം ഉപവരുമാന സാധ്യതകൾക്ക് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന പശു വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ധനസഹായ വിതരണം ചെയ്തു. തെളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ധനസഹായ വിതരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നിർവഹിച്ചു. ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം രൂപതയിലെ യുവജനങ്ങൾക്ക് ആഘോഷത്തിമിർപ്പിൽ ഈശോയെ നൽകി ആവേശമായി മാറി ബ്ലേസ് ആൻഡ് ഗ്ലോ സംഗമം. രൂപതയുടെ ഹൃദയഭാഗമായ കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ഷ്രൈനിൽ വെച്ച് നടത്തിയ പ്രോഗ്രാം ജീസസ് യൂത്തിന്റെ മ്യൂസിക് ബാൻഡായ ഡൗൺ ടൗൺ ഡിസ്പിൾസ് ആണ് നേതൃത്വം നൽകിയത്. കോട്ടപ്പുറം രൂപതാ മെത്രാൻ റവർ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. രൂപത യുവജന സംഗമത്തിന് റെക്ടർ ഫാദർ ഫ്രാൻസിസ് താണിയത്ത്, രൂപത യൂത്ത് ഡയറക്ടർ ഫാദർ നോയൽ കുരിശിങ്ങൽ, ഫാദർ എബ്നേസർ ആന്റണി, KCYM അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. യുവജനങ്ങൾക്ക് ഈശോയെന്നും മാതാപിതാക്കളെയും സ്നേഹിക്കാനും ജീവിതം ഈശോയിൽ ആഘോഷമാക്കാനും ബ്ലേസ് ആൻഡ് ഗ്ലോ പഠിപ്പിച്ചു. ഓഗസ്റ്റ് 26 ഇന്ത്യൻ ക്രിസ്ത്യൻ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ചെറുപുഷ്പ മിഷൻ ലീഗ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലി മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റലിൽ രക്തദാനം സംഘടിപ്പിച്ചു. ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മിഷൻ ലീഗ് രൂപതാ പ്രസിഡന്റ് സൈസൽ ജോസഫ്, രൂപതാ ഡയറക്ടർ ഫാദർ ഫിലിപ്പായ്ക്കര, കുഞ്ചിത്തണ്ണി മേഖലാ ഡയറക്ടർ ഫാദർ വിൻസെന്റ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗ് പാലാ രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ മിഷൻ ലീഗ് ശാഖകളെയും മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബ്ലഡ് ഡൊണേഷൻ ഫോറം രൂപീകരിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ഭരണങ്ങാനം മാതൃഭവനിൽ മിഷൻ ലീഗ് രൂപത ഡയറക്ടർ റവർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നിൽ നിർവഹിച്ചു. രൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബിൻ ടി ജോണി അധ്യക്ഷത വഹിച്ചു. റവർ ഡോക്ടർ ജോസഫ് കരിക്കുളം, ബിനോയ് പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊട്ടാരക്കര മാർത്തോമ എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദിരം 59ാമത് വാർഷികാഘോഷം മന്ദിരാങ്കണത്തിൽ ആഘോഷിച്ചു.
മന്ദിരം ചാപ്പലിൽ നടന്ന സ്തോത്ര പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ഭദ്രാസന എപ്പിസ്കോപ്പ നേതൃത്വം നൽകി. ബിഷപ്പ് സെക്രട്ടറി റവറ ജോർജ് വർഗീസ് ധ്യാന സന്ദേശം നൽകി. കരുതലും സഹായവും അർഹിക്കുന്നവരെ മുഖ്യധാരയിൽ എത്തിക്കാനും ജീവിത സ്മരണയിൽ വിട്ടുപോയ കണ്ണുകളെ വിളക്കി ചേർക്കുന്ന മഹത്വകരമായ പ്രേക്ഷിത വൃത്തിയാണ് 60 പതിറ്റാണ്ടായി ജൂബിലി മന്ദിരം നടത്തുന്നത്. ഡോക്ടർ യുവന്നാനോർ മാർത്തോമ മിത്രാപൊലീത്ത, ഡോക്ടർ മാത്യൂസ് മാർ അത്താനിയോസ് എപ്പിസ്കോപ്പ എന്നിവരുടെ മേൽനോട്ടത്തിൽ സ്ഥാപിച്ചതാണ് ആയിരക്കണക്കിന് ആളുകളുടെ ആശ്വാസ കേന്ദ്രമായ മാർത്തോമ എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദിരം. പെർത്തിൽ സീറോ മലങ്കര കത്തോലിക്ക പള്ളിയിലെ പുതിയ വികാരിയായി ഫാദർ ജോൺ കിഴക്കേക്കര നിയമിതനായി. പുനലൂർ സ്വദേശിയായ ഫാദർ ജോൺ കിഴക്കേക്കര തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി സേവനം ചെയ്തു വരികയായിരുന്നു. പെർത്ത് ആർച്ച് ബിഷപ്പ് തിമോത്തി കോസ്ലിയുടെ ക്ഷണപ്രകാരം കർദിനാൾ ബെസീലിയസ് മാർ ക്ലീമിസ് കാത്തോലിക്ക ബാവയാണ് പെർത്തിലെ മലങ്കര വിശ്വാസികളുടെ ദീർഘകാലത്തെ ആവശ്യം പരിഗണിച്ച് വികാരിയെ നിയമിച്ചത്. അമല മെഡിക്കൽ കോളേജ് ലങ്സ് ക്യാൻസറിനെ അധികരിച്ച് നടത്തിയ പഠന ശിബിരം അമല ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ശ്വാസകോശ അർബുദത്തിന് ചികിത്സയുമായി ബന്ധപ്പെട്ട ശില്പശാലയിൽ സർജറി, റേഡിയേഷൻ, ഇമ്മ്യൂണോതെറാപ്പി എന്നീ മേഖലകളിലെ പുതിയ കണ്ടെത്തലുകളെ പറ്റി ഡോക്ടർ രാജു, ഡോക്ടർ ബാലകൃഷ്ണ ശശിധരൻ, ഡോക്ടർ ശ്രീലേഷ് KP എന്നിവർ പങ്കുവച്ചു. മിസിസാഗ രൂപതയുടെ 10ാം വാർഷികം 2024 സെപ്റ്റംബർ 28 മുതൽ 2025 സെപ്റ്റംബർ 20 വരെ ആഘോഷിക്കപ്പെടുന്നു. 10ാം വർഷത്തിന്റെ പ്രത്യേക പഠന വിചിന്തന വിഷയമായി വിശുദ്ധ കുർബാന മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്നു. നമുക്കൊന്നിക്കാം അവന്റെ നാമത്തിൽ, നമുക്ക് സ്നേഹിക്കാം നമ്മുടെ രൂപതയെ, നെഞ്ചോട് ചേർക്കാം വിശുദ്ധ കുർബാനയെ, അഭിമാനിക്കാം ഈ രൂപതയെ പ്രതി, ഉയർത്തിപ്പിടിക്കാം വിശുദ്ധ പാരമ്പര്യത്തെയും വിശുദ്ധ കത്തോലിക്ക സഭയും എന്നാണ് വിശുദ്ധ കുർബാന പ്രത്യേക വിഷയമെടുത്ത് ചെയ്യുന്നതിന്റെ ആധാരം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഡൽഹി ഗുഡ്ഗാവ് സെന്റ് ജോൺ ക്രിസ്തോം ഭദ്രാസന പ്രഥമ അധ്യക്ഷൻ ഭാഗ്യസ്മരണാർഹനായ ജേക്കബ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്തയുടെ 3ാമത് ഓർമ്മ തിരുനാളോടനുബന്ധിച്ച് മാതൃഇടവകയായ നീരാട്ടുകാവ് സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയ്ക്കും ധൂപപ്രാർത്ഥനയ്ക്കും മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അമേരിക്ക കാനഡ ഭദ്രാസന അധ്യക്ഷൻ അഭിയുന്ന ഡോക്ടർ ഫിലിപ്പോസ് മാർ സ്റ്റെഫാനോസ് മെത്രാപ്പൊലീത്ത നേതൃത്വം നൽകി. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.